ഹലോ ഹലോ വെൽക്കം ടു ടിൽജാസ് വേൾഡ്. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ആണ് ഇൻ ദുബായ്. അപ്പം ഞങ്ങൾ റെഡിയായി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് പോകാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നല്ല എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ശരവണ ഭവനിൽ പോയി കഴിച്ചാലോ എന്നുള്ള ആലോചനയിലിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പുറത്ത് ഒരു ലംബോർഗിനിയുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ, അതിന് മുമ്പിൽ നിന്ന് പിള്ളേർ ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങളത് ഈ ശരവണ ഭവനിൽ പോകുന്ന വഴിയാണ്. ശരവണ ഭവനിൽ ചെന്ന് അവിടുത്തെ കോഫി യമ്മി, എൻ്റെ ബൂസ്റ്റ് മിസ്സാവരുത്. അപ്പോൾ ജെൻസ് ഇതിൻ്റെ അകത്തൊരു എക്സ്പെർട്ട് ആയതുകൊണ്ട് ജെൻസ് എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ലൈവ് ദോശ കൗണ്ടർ കാണാൻ ഉള്ളൊരു അവസരമുണ്ട്. സോ അതൊക്കെ ഒന്ന് പോയി കണ്ടു. ഞങ്ങളുടെ ദോശ എപ്പോഴാണ് വന്നേ എന്നുള്ളതൊരു ചോദ്യചിഹ്നവുമായി അങ്ങനെ ഫുഡൊക്കെ വന്നു കേട്ടോ. ഞാൻ പൂരിയും ബജിയാണ് ഓർഡർ ചെയ്തത്. എനിക്ക് അവിടുത്തെ ഈ ഡിഷാണ് കൂടുതലിഷ്ടം. പിന്നെ ഇവരെല്ലാവരും മസാല ദോശ, പ്ലെയിൻ ദോശ, ചീസ് ദോശ, അങ്ങനെ വട, ക്രിസ്പി വട മറന്നിട്ടില്ല. അപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആസ് യൂഷ്വൽ നല്ല ചൂടായിരുന്നു, അതുകൊണ്ട് കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടി. പക്ഷേ അടിപൊളി കോഫിയും അടിപൊളി ബ്രേക്ക്ഫാസ്റ്റും ആയിരുന്നു. അവരുടെ ടേസ്റ്റ് വേറെ ഒന്ന് തന്നെയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. പിന്നെന്താ, അവിടെ അവരുണ്ടാക്കി വെച്ചേക്കുന്ന പലഹാരങ്ങളൊക്കെ കണ്ട് വായിൽ വെള്ളം ഊറി. ഇതെല്ലാം കൂടെ വയറ്റിലായിട്ട് ആക്കാൻ പറ്റില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ടു. അങ്ങനെ ഫോട്ടോ എടുത്ത് ഇത് മടങ്ങി. ഇനി ഞങ്ങളത് അടുത്ത് പോകുന്നത് കരാമ സെൻറ്ററിലായിട്ടാണ് കേട്ടോ. കരാമ സെൻറ്ററിൽ എനിക്ക് ഇച്ചിരി സ്വർണ്ണത്തിൻ്റെയും വെള്ളിയുടെയും കച്ചവടം നിർത്താനുണ്ട്. അവിടെയാണ് ഞങ്ങളുടെ സിജോ എന്ന് പറഞ്ഞ ചേട്ടനുള്ളത്. സിജോ ചേട്ടനെ ആക്ച്വലി ഞാൻ എൻ്റെ കല്യാണത്തിന്, എൻ്റെയും ജെൻസിൻ്റെ കല്യാണത്തിന് സ്വർണ്ണം എടുക്കാൻ ചെന്നപ്പോൾ കോട്ടയം ജോസ്കോയിൽ വെച്ച് പരിചയപ്പെട്ട പരിചയമാണ് കേട്ടോ. ഇപ്പോൾ വർഷം 14 കഴിഞ്ഞു, ഇപ്പോഴും കൂട്ടും കോണ്ടാക്റ്റും പരിചയമുണ്ട്. ചേട്ടനിപ്പോൾ വലിയ മുതലാളിയൊക്കെ ആയി. ചേട്ടനിപ്പോൾ കരാമ സെൻറ്ററിൽ പ്രോമിസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഈ ഷോപ്പ് തുറന്നിട്ടുണ്ട്. പുള്ളിക്കാരനെല്ലാം കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. എല്ലാ റിപ്പയറിങ്ങും കസ്റ്റമൈസിങ്ങും പണിത് കൊടുക്കുന്ന ആളുകളാണ്. ചേട്ടൻ ഇതിൻ്റെ അകത്ത് ഇപ്പം മോതിരത്തിൻ്റെ അകത്തുള്ള ലേസർ വർക്കുകൾ, അതായത് ക്രേവിങ്, പിന്നെ അതുപോലെ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ എല്ലാം ചെയ്ത് കൊടുക്കും. ലോക്കറ്റോ ആയിട്ടോ എന്താണെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ അതിന് ശേഷം ഞങ്ങൾ ചേട്ടനുമായിട്ടൊരു ജ്യൂസൊക്കെ അടിക്കാൻ പോയി. അങ്ങനെ കുറേ സൊറയൊക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ സ്കൈ ജ്വല്ലറി പോയിട്ടോ. അവിടെ ചെന്ന് ഇച്ചിരി സ്വർണ്ണം മാറ്റി മേടിക്കാനുണ്ടായിരുന്നു. എൻ്റെ സാറാക്കുട്ടിക്ക് ഒരു ജിമിക്കി മേടിച്ചു. അതിൻ്റെ സന്തോഷം എനിക്ക് മാത്രമല്ല, സാറാക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അവൾ ആ ജിമിക്കി ഇട്ട് നിൽക്കുന്നതാണ് എനിക്ക് പ്രത്യേക ഭംഗി തന്നെയായിരുന്നു കേട്ടോ. സ്വർണ്ണമൊക്കെ മാറ്റി വന്നപ്പോൾ ഞാനും മേടിച്ചു കേട്ടോ ഒരു ഡയമണ്ടിൻ്റെ മൂക്കുത്തി. എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? അതിനുശേഷം ഞങ്ങൾ ദേശീയ പോയി. അവിടുത്തെ മീൽസ് സമുദ്ര സദ്യയാണ് ഫേമസ്. പക്ഷേ ഇപ്പം പുതിയ കുറച്ച് ഐറ്റംസ് എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ ഇഞ്ചിയുടെ ആ വെള്ളവും പച്ച കളറിലുള്ള വെള്ളം കണ്ടില്ലായിരുന്നു, അതും ഇവരുടെ സംഭാരം യമ്മിയുടെ അങ്ങേറ്റം കേട്ടോ. ദൈവമേ, ഇതൊക്കെ കഴിക്കാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് ഒരു പ്രത്യേകത തന്നെയാണ്. നല്ല എരിവും ആ ഇഞ്ചിയുടെ ഒരു ഫ്ലേവറും എല്ലാം കൂടി അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഈ പ്രാവശ്യം ഓർഡർ ചെയ്തത് സീ ഫുഡ് ബക്കറ്റാണ് കേട്ടോ. അത് ആ ചേട്ടൻ വന്ന് ഞങ്ങൾ അത് ചോറുമായിട്ടാണ് വരുന്നൊരു കോംബോയാണ്. അപ്പം ആ ചോറ് ആദ്യം ഇലയിൽ വിതറി. പിന്നെ ഞങ്ങൾ മീൻ വറുത്തുണ്ടായിരുന്നു. മീനിൻ്റെ അത് തവ ഫ്രൈ ആയിരുന്നു. അതിൻ്റെ പേര് ആവോലിയാണെന്ന് തോന്നുന്നു കേട്ടോ എൻ്റെ പേര്. സീ ഫുഡ് ബക്കറ്റ് കിടുക്കാച്ചി ടേസ്റ്റായിരുന്നു. അതിൻ്റെ അകത്ത് ഞണ്ടുണ്ട്, കക്ക ഇറച്ചിയുണ്ട്, പിന്നെ ചെമ്മീനുണ്ട്, അങ്ങനെ പല ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അവരൊരു നാരങ്ങ വെള്ളം പ്രൊവൈഡ് ചെയ്തിരുന്നു. ഇത് നമ്മുടെ പാത്തുവാണ്. പാത്തുവും ചിന്തി ചേച്ചി എന്താ ഇവിടെ, അവരും ദുബായി കറക്കാൻ വന്ന. ഇവർ നമ്മുടെ സ്വിറ്റ്സർലൻഡിലുള്ള ഞങ്ങളുടെ ഫ്രണ്ട്സാണ്. അങ്ങനെ ഞങ്ങൾ യാദൃശ്ചികമായി കണ്ടു, ഭയങ്കര സന്തോഷമായി പോയിട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ദേറ സിറ്റി സെൻറ്ററിലോട്ട് പോയി. അവിടെ എനിക്ക് മാക്സിൽ പോകേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ മാക്സിലൊക്കെ കയറി. വലിയ കാര്യങ്ങളൊന്നും കിട്ടിയില്ല, വലിയ കളക്ഷൻ ഈ സമയത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഷോപ്പിംഗ് എല്ലാം തീർത്ത് ഞങ്ങൾ തിരിച്ച് ഹോട്ടൽ റൂമിലെത്തി. ഹോട്ടൽ റൂമിലെത്തിയപ്പോഴേക്കും സർപ്രൈസ് ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരൊരു സംഭവമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് മുണുക്കെന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് കഴിച്ച് റെഡിയായി. അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ കൂട്ടത്തിൽ ന്യൂ ഇയർ ആഘോഷിക്കാനും ജെൻസിൻ്റെ കസിൻ ചേച്ചിയായ നിമി ചേച്ചിയും വർക്കി ചേട്ടനും മോള് പൊന്നിയും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പയ്യെ കുളിച്ച് എല്ലാം റെഡിയായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരു വാക്ക് സ്റ്റാർട്ട് ചെയ്തു. ദേരയുടെ ക്രീക്കിൻ്റെ സൈഡിൽ കൂടെ ഒരു ഉലാത്തൽ. നല്ല രസമായിരുന്നു കേട്ടോ. അടിപൊളി മൂഡും അടിപൊളി ഒരു ആംബിയൻസുമായിരുന്നു.
പക്ഷെ അവിടെ എല്ലാം അടച്ചിട്ടേക്കുമായിരുന്നു. ന്യൂ ഇയറിൻ്റെ വർക്ക് കാണാനായിട്ട് നമുക്ക് അത്രയും അക്സസിബിൾ അല്ലയെന്ന് നമുക്ക് തോന്നി. പിന്നെ ഞങ്ങളത് കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് കാലിക്കറ്റ് പാരഗണിലോട്ട് തന്നെ വെച്ച് പിടിച്ചു കരാമയിൽ. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഓർഡർ ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ദേ ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, ബീഫ് റോസ്റ്റ്, നാന്, അങ്ങനെ അപ്പവും പിന്നെ ചിക്കൻ പൊരിച്ചതും പിന്നെ ഡ്രാഗൺ ചിക്കനും ചിക്കൻ ലോലിപ്പോപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. യമ്മി ഫുഡായിരുന്നു ആസ് യൂഷ്വൽ, ഒന്നും പറയാനില്ല. പിന്നെ ദേ ഞങ്ങൾ അവിടെ നിന്ന് അൽസീഫിലോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ സാറാമ്മന് ടർക്കിഷ് ഐസ്ക്രീം കഴിക്കാൻ കൊതി. അപ്പോൾ അവളുടെ ആ ഒരു അവർ കളിപ്പിക്കുന്ന കളിയൊക്കെ കണ്ടിങ്ങനെ ഇരുന്ന് സാറാമ്മനൊരു സന്തോഷവുമായി. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ജ്യൂസ് കടയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഫ്രഷ് മാംഗോ ജ്യൂസും പിന്നെ ഒരു കരിമീൻ ജ്യൂസും ഓർഡർ ചെയ്തു. അപ്പോൾ കരിമീൻ ജ്യൂസ് ആണെങ്കിൽ ഫ്രഷ്ലി പ്രസ്ഡ് ആയിരുന്നു, യമ്മി ആയിരുന്നു. അങ്ങനെ ദേ ന്യൂ ഇയറിന് വേണ്ടി തൊട്ട് കാത്തിരിക്കുകയാണ്. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്ത് ദേ ന്യൂ ഇയർ വന്നേ. ഹാപ്പി ന്യൂ ഇയർ ഗൈസ്, ഹാപ്പി 2025. ഗോഡ് ബ്ലെസ് യു. അടിപൊളി വ്യൂ ആയിരുന്നു ഞങ്ങൾക്ക് ഫ്രെയിമും ബുർജ് ഖലീഫയും പിന്നെ ഈ പറഞ്ഞ ദേറായിലും പൊട്ടിക്കുന്ന ആ പടക്കങ്ങളും ഫയർ വർക്കൊക്കെ കാണാൻ അടിപൊളിയായിരുന്നു. എന്നെ സംബന്ധിച്ചോളം എന്നും ഓർത്തിരിക്കാനുള്ള ഒരു ന്യൂ ഇയർ ആയിരുന്നു ഇത്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു അടിപൊളി ലൈവ്ലി ആയിട്ടുള്ള ന്യൂ ഇയർ ആഘോഷം ഞങ്ങൾക്ക് ഉണ്ടാകുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിൽ ന്യൂ ഇയർ ആഘോഷിക്കാൻ ഞങ്ങളുടെ ചേട്ടനും ചേച്ചിയും ഒക്കെ ഉണ്ടായിരുന്നു. അതായത് വർക്കി ചേട്ടൻ, നിമി ചേച്ചി, പിന്നെ ഞങ്ങളുടെ പൊന്നിക്കുട്ടി. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു കേട്ടോ. അവർ കൊണ്ടുവന്ന കേക്കൊക്കെ ഞങ്ങൾ മുറിച്ച് അത് അടിപൊളിയായിരുന്നു. അവരൊരു കേക്ക് നല്ല കാരമൽ വാനില ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ഒരു കേക്ക് കൊണ്ടുവന്നിരുന്നു. അതൊക്കെ ഞങ്ങൾ കണ്ടിച്ചു. ഞങ്ങൾ ദേറാ ക്രീക്കിൻ്റെ അവിടെ നിന്നാണ് ഞങ്ങൾ ന്യൂ ഇയർ കണ്ടത്. അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. ന്യൂ ഇയറിലേക്ക് ഒരു സൂപ്പർ ഹിറ്റായിട്ട് തന്നെയാണ് കാലെടുത്ത് വെച്ചേക്കുന്നത്. ഞാൻ ദൈവത്തിനോട് അതിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ സമയത്ത് ദുബായിൽ വരാനും ഇതുപോലത്തെ ഒരു ഫയർ വർക്കും ഈ പറഞ്ഞ ഞങ്ങളുടെ സ്വന്തം കസിൻസിൻ്റെ കൂട്ടത്തിൽ ആഘോഷിക്കാൻ പറ്റിയതിന് ഒരുപാട് സന്തോഷം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെല്ലൈക്കൻ അമർത്താനും മറക്കണ്ട. താങ്ക് യു സോ മച്ച് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.